ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ട്രിപ്പിന് പോവാണ്. വാഗമണ്ണിലേക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയും വൈഫിന്റെ ഫാമിലിയും ആയിട്ടാണ് പോകുന്നത്. സോ ഇനി വാഗമൺ വിശേഷങ്ങളുമായി കാണാം. നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ വാലി എന്നാണ് പേര്. നമ്മൾ വേറൊരു എന്താ പറയുക റിസോർട്ടാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അവൈലബിൾ അല്ല. അവിടെ സ്വിമ്മിംഗ് പൂളിൽ എന്തോ വർക്ക് നടക്കുന്നത്. സോ ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ആദ്യം വൈഫിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് എല്ലാവരെയും എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനും ഉപ്പാനും എടുക്കാണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ നിന്ന് അവരെ എടുത്തിട്ട് നമ്മള് യാത്ര തുടരായി. അത് പോണ വഴിക്ക് നമ്മള് ശരവണ ഭവനിൽ കയറി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് യാത്ര ആയതുകൊണ്ട് വെജാക്കി. നല്ല മസാല ദോശ നെയ് റോസ്റ്റും ആണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഒപ്പം വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചട്നി എടുത്ത് പറയേണ്ടതായിരുന്നു. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല കുശാലായി. പിന്നെ പോണ വഴി നമ്മൾ നല്ല സ്വീറ്റ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ മറന്നു ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് വാഗമൺ ഭാഗത്തായിട്ട് വരും ഈ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ ഫുള്ള് പ്രകൃതി രമണീയമായ സ്ഥലം. യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് കുളിര് കോരുന്ന ഓരോ സ്ഥലങ്ങളുമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പോണത് എന്ന് പറഞ്ഞാൽ നമ്മളെ വാഗമൺ ത്രൂ തന്നെയാണ് കേട്ടോ. വാഗമൺ ആ വഴി കയറിയിട്ട് അവിടുന്ന് പിന്നെ കുറച്ചും കൂടി കൂടുതൽ പോകാനുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ വാഗമണ്ണിൽ ചെന്ന് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. സിപ്പ് ലൈന് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് റോപ്പ് ജമ്പ്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ, ഈ കുന്നും മലകളും അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഇത് ആ ഒരു ട്രാവൽ ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാണ്. അത് കാരണം നമുക്ക് കുറേ എന്താ പറയുക വീഡിയോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനെ ഈ ഗ്രീനിഷായ കുറേ കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഇതിൽ ഒരുപാട് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത് മാത്രമല്ല, ഇവിടെ പോണ വഴിക്ക് ഒരു മൊട്ടക്കുന്നുണ്ട്. അവിടെയൊക്കെ കയറുന്ന ആ ഒരു എന്താ പറയുക സ്ഥലത്ത് പോകുന്നു. അവിടെ 1-2 ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ലാസ്റ്റ് അജണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ താമസിക്കുന്നു. പിറ്റേ ദിവസം കുറച്ച് ഒരു വൈകുന്നേരങ്ങളിൽ വരെ എന്താ പറയുക നമ്മൾ രാവിലെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തൊക്കെയെങ്കിലും കാണാനുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. പക്ഷെ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാലും മതിയാവാത്ത രീതിയിലുള്ള ഫുൾ ഗ്രീനിഷ് ആയിട്ട് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ബ്യൂട്ടി അറ്റ് ദി പീക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പോണ വഴിക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ ഉളുപ്പുണ്ണി പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നമ്മൾ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്താൽ പോലും മതിയാവില്ല. അത്രയും അടിപൊളി സ്ഥലമാണ്. സോ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ പോണ വഴിക്ക് ഇതേപോലൊരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നിങ്ങളിതൊന്ന് കണ്ടോക്ക്. എന്താ പറയുക, ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇനി എന്താ കാണാൻ പോകേണ്ടത്. വാഗമണ്ണി വരുമ്പോൾ മെയിൻ അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇതേപോലെ ഒരുപാട് പ്ലേസ് കാണാന്നുള്ളതാണ് കേട്ടോ. വേറെ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല, പൈൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ യാത്ര തുടങ്ങിയായി. നമ്മൾ പിന്നെ വാഗമൺ സെൻട്രലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ഇവിടുന്ന് പ്ലാനൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ത്രൂ ഔട്ട് യാത്ര തന്നെയായിരുന്നു ഇങ്ങനത്തെ ഓരോ അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ക്ലൈമറ്റ് വാസ് ടു ഗുഡ്. ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല എടുത്ത് പറയാനുള്ളത്, ഇവിടുത്തെ റോഡൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പോണ വഴിക്ക്. അതായത് വാഗമണ്ണ് വരെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഉളുപ്പുണ്ണിക്ക് പോകാൻ കുറച്ച് ടഫാണ്. കുറച്ച് ഓഫ് റോഡ് പോലത്തെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ നമ്മളെ വണ്ടിയൊക്കെ പോകും കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വാഗമണ്ണ് വരെ നല്ല റോഡാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളവിടെ എത്തുന്ന അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല റോഡ് മാത്രമല്ല, നമ്മൾ അത്രയും നല്ല ഈ ഗ്രീനിഷ് ആയിട്ട് നല്ല നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രകൃതിയിലൂടെ നമ്മളിങ്ങനെ എന്താ പറയുക യാത്ര ചെയ്യുന്നത്. സോ ഇവിടെ ഡിഫറെൻറ്റ് ടെറൈൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഏതൊരു വ്യക്തിക്കും ഇഷ്ടമാവാൻ പറ്റിയ ഒരു യാത്രയാണ്. സോ നമ്മളെ മൈൻഡും ഒക്കെ ഒന്ന് കാം ആൻഡ് റിലാക്സ് ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു യാത്രകൾ നമുക്ക് വളരെയധികം ഉപകരിക്കും കേട്ടോ. ഞാൻ ഇതേപോലെ 2-3-4 സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈവൻ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ വരെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അവർ വീട് എടുത്തിട്ടുള്ള അവർക്ക് ആ വീട്ടിൻ്റെ അവിടെ നോക്കിയാൽ കാണുന്ന ഓരോ ഭാഗങ്ങൾ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് പല സ്ഥലങ്ങളും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ചർച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചർച്ചൊക്കെ നിൽക്കുന്നത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലത്ത്. അങ്ങനെ നമ്മൾ വാഗമണിലെത്തി. അവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനാണ്. ഇതുവരെ റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നുണ്ടായില്ല. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ ഇവിടെ 2-3-4-5 റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. നമ്മൾ പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് കയറി വെക്കുക എന്നുള്ള രീതിയിൽ കയറിയതാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് ഐഡിയാസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ഇവിടുത്തെ ഫുഡ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പ്രകൃതിയിലേക്ക് മടങ്ങി ചെന്നിട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ബ്യൂട്ടി പാക്ഡ് പ്ലേസ് ആയിരുന്നു. ത്രൂ ഔട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. ട്രിപ്പ് മൊത്തത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഈവൻ വാഗമണ്ണാണെങ്കിലും ശരി, ഉളുപ്പുണ്ണി വാസ് ടു ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിസോർട്ടൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ തോന്നും, ഇടയ്ക്കൊക്കെ പോയി താമസിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് മൊട്ടക്കുന്നിൻ്റെ അവിടെ കേട്ടോ. മെഡോസിലേക്കാണ് എത്തിയുള്ളത്. ആക്ച്വലി ഇവിടെ ഒരു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ടോയ്സും ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അങ്ങനെ ബിലു ടോയ്സ് കണ്ടപ്പോൾ അപ്പം തന്നെ വാശി പിടിച്ചിട്ട് ഉപ്പിച്ചിനെ കൊണ്ട് ഒരു ടോയ്സൊക്കെ മേടിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞത്, നിങ്ങൾ വേഗം ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്, ആ പ്ലേസിലേക്ക് പോയിക്കോ, അത് ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആവുന്നു അവിടുത്തെ ആക്ടിവിറ്റീസ്, പിന്നെ നമുക്ക് അതിലൊന്നും പോകാനോ കയറാനോ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം തന്നെ എന്ത് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലമായിരുന്നു. അവിടെ നമുക്കുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ്. ഇറ്റ്സ് എ വെരി ലോങ് ഗ്ലാസ് ബ്രിഡ്ജ് and the scene from the glass bridge was too beautiful and too wide actually. Okay. കിട്ടിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ ആക്ടിവിറ്റീസ് പാക്ഡ് ആൻഡ് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയി. സ്റ്റെപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒറിജിനൽ കരിങ്കല്ല് തന്നെയാണ്. കരിങ്കല്ല് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. നാച്ചുറൽ സ്റ്റോൺ ഉണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ആക്സസ് ആണ്. ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്. ചെറിയൊരു ഫാമിലിക്കുള്ള ചെറിയ രീതിയിലുള്ള സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്. പക്ഷേ ഇറ്റ്സ് ക്യൂട്ട് ആൻഡ് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് രാവിലെ കാണുകയുള്ളൂ. ഓക്കെ, എന്താ പറയുക, എന്നാലും ഒരു ഫാമിലിക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഇൻഫിനിറ്റി പൂളാണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും ചെറിയ ഫാമിലിക്കൊക്കെ നിൽക്കുമ്പോൾ അതൊരു എന്താ പറയുക, അടിപൊളി തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബാർബിക്യൂ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, അതൊന്നും വല്ലാതെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ലൈറ്റ് ഇട്ടിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് വന്നിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അതൊക്കെ ഇവർ ഈ നാച്ചുറൽ സ്റ്റോണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് കണ്ടോ, സോ ബ്യൂട്ടിഫുൾ ആക്ച്വലി. സോ ബ്യൂട്ടിഫുൾ മീൻസ് സോ ബ്യൂട്ടിഫുൾ. ഇത് ആ കാണുന്നതാണ് അവരുടെ ഓഫീസ്. ഓക്കെ, അവിടെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. ഇവിടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുറ്റോറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടാണ്. പക്ഷേ ഇപ്പോൾ രാത്രിയായ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. നോ പ്രോബ്ലം, നാളെ എന്ത് ചെയ്യാം, ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാം കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, ഇവിടൊക്കെ ഉള്ളത് തേയിലത്തോട്ടം തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് കയറി വന്ന ഡൈനിങ് ഹാളും അതേപോലെ തന്നെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ഉണ്ട്. കിച്ചൺ പിന്നെ അവിടെ താഴെ തന്നെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ അവിടുന്ന് ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇൻഫിനിറ്റി പൂൾ കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പായിരുന്നു. ഞാൻ ഇൻഫിനിറ്റി പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലാണ് റൂം കാര്യങ്ങളൊക്കെ വരുന്നത്.
അടിപൊളി റൂമായിരുന്നു. റൂമിനെ പറ്റി പറയാൻ ഒന്നുമില്ല, സൂപ്പറായിരുന്നു. നല്ല ക്ലീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലാണ് റൂം വരുന്നത്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അങ്ങനെ ഭയങ്കര ഒരു ടെറർ സ്റ്റെപ്പ് ഒന്നുമില്ല, നല്ല കൂളായിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു ജൈൻറ്റ് മിറർ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് റൂം വരുന്നത്. റൂമിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോളിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊരു അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക്, അതായത് വാതിൽ ടോട്ടലി ഓപ്പൺ ചെയ്യാം, ജനവാതിൽ. പക്ഷേ ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായ കാരണം എനിക്ക് തോന്നുന്നില്ല അത് ഓപ്പൺ ആക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നുള്ള കാര്യം. പിന്നെ ഇതേപോലെ ഫാൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ. ആകെ ഇവിടെ ഒരു ഒറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. അത് നല്ല ക്ലീൻ ആയിരുന്നു, എല്ലാം ഫുൾ നല്ല ക്ലീൻ ആയിരുന്നു. ഇവര് തന്നെ പറഞ്ഞു, ഒരു ഗസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത ഗസ്റ്റിനെ വിളിക്കുള്ളൂ. അതേപോലെ തന്നെ അവിടുത്തെ ഡ്യുവറ്റ് കവറും എല്ലാം വാഷ് ചെയ്യും. വാഷ് ചെയ്ത പാട് കൊടുത്തിട്ടുണ്ടല്ല, എക്സ്ട്രാ എന്തായാലും അവരുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സീനറി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊക്കെ ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ചത് അവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് നടക്കുന്ന കാരണമാണ് പോകാൻ പറ്റാത്തത്. ഇത് അവരെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഇവിടുന്ന് കുറച്ചൊരു 1/2 കിലോമീറ്റർ, അതായത് മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് നടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് രസം തന്നെയാണല്ലോ ഈ കാണാൻ ഫ്രാൻസിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പൂളിലൊന്ന് ഇറങ്ങി. ഞാൻ അതേപോലെ വൈഫ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീന്തി, അത്ര തന്നെ ഉള്ളൂ. ജസ്റ്റ് ഫൺ ടൈം എന്നുള്ള രീതിയിൽ. പൂളുള്ളതല്ലേ, പൂള് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഒന്ന് ചാടി കുളിക്കണം. പിന്നെ ബിലുമോൻ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് നനപ്പിച്ചു. നല്ല തണുപ്പായിരുന്നു, അത് കാരണം പിന്നെ വെറുതെ പൂളിലേക്കൊന്നും ഇറങ്ങിയില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ എപ്പോഴും ഫസ്റ്റ് നോക്കി അവിടെ പൂളുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. സോറി, അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഐ ആം റിയലി സോറി. ആൻഡ് ദി ബ്രേക്ക്ഫാസ്റ്റ് വാസ് ടു ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത് കഴിച്ചതിൽ അടിപൊളി ഡിന്നർ അതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വാസ് ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഡിന്നർ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഈവൻ ദോ നമ്മൾ അവരോട് പറയാൻ കുറച്ച് ലേറ്റ് ആയെങ്കിൽ കൂടെ പിറ്റേ ദിവസം പിന്നെ ഇതാണ് അവസ്ഥ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു. അതേപോലെ കോടൊക്കെ ഇറങ്ങണത് നമുക്ക് പക്ക ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. കോടങ്ങനെ വന്ന് പോണത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതൊന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എത്ര മാത്രം നമുക്ക് എന്താ പറയുക, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഇവിടൊക്കെ വന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വിചാരിക്കും ഈ ഭാഗത്ത് ഇതേപോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ റിസോർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം. സത്യം പറഞ്ഞാൽ വൈഫൈ ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുൾ റിലാക്സ്ഡ് ആയിട്ട്, പുറത്തുനിന്നുള്ള ഒരു ആക്സസും ഒന്നും ഇല്ലാതെ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. കുറേ സംസാരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടായി, ഇവിടെ തന്നെ ഉള്ള ആളായിരുന്നു. ആള് എന്താ പറയുക, ഇതേപോലെ തേയില കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ അതിൻ്റെ ഡ്രോബാക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് മറന്ന്. ആളെ വൈഫ് ഇപ്പോഴും എന്താ പറയുക പ്ലക്ക് ചെയ്തിട്ടാണ് എന്താ പറയുക കൊട്ട നിറക്കുന്നത്, അതായത് ഈ തേയിലൻ്റെ. പക്ഷെ ഇതായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്ത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഡിന്നർ എടുക്കാൻ വിട്ടതാണ് ഭയങ്കര സങ്കടമായത്. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. പക്ഷേ എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ, അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക, ഡിന്നർ അയ്യോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ബീഫിന് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു.
അങ്ങനെ ഇവിടെ ഉപ്പ വന്നിട്ട് എന്താ പറയുക ചായ കുടിക്കായിരുന്നു. ആ സമയത്ത് കോടങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ എടുത്ത പോലെ അല്ല ഇപ്പോൾ വ്യൂ കാണുന്നത്. കാരണം കോടങ്ങനെ കറക്റ്റ് ഇറങ്ങി വരികയായിരുന്നു ആ ടൈമിൽ. അത് ഞാനവിടെ വന്നിട്ട് ഇത് കണ്ടോ ഇപ്പം എടുത്തപ്പോൾ കണ്ടോ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ കയറി പോണത് കാണാം നിങ്ങൾക്ക്. ഓക്കെ, സംഭവം അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ സ്പെൻഡ് ചെയ്തതൊക്കെ വേർത്തായിരുന്നു. പക്ഷെ രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് കുറേ നേരം നമ്മൾ ഇവിടെ തന്നെ നിന്ന് ഇവിടുത്തെ ഈ ഒരു വൈബ് ആസ്വദിച്ചിട്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് പോകണമെന്നും എന്താ പറയുക ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ. അടിപൊളിയായിരുന്നു. സോ ഇവിടെ ഇത് കണ്ട് നിന്ന് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയി പോവാൻ വരെ വൈകി. നമ്മൾ പോവാൻ നേരത്തെ ഒരു അതിഥി വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടിട്ട് കറക്റ്റ് മനസ്സിലാവണില്ല ഇത് ഫോക്സ് ആണോ അതോ ഇനി എന്താ പറയുക നായയാണോ ഒന്നും മനസ്സിലാവണില്ല. പക്ഷെ ഇതൊരു ഗോൾഡൻ റിട്രീവറിന്റെ ഒരു ബ്രീഡുമായിട്ട് എന്തൊക്കെയോ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്ന ഈ പയ്യനായിരുന്നു കേട്ടോ. ഈ പയ്യൻ ഒരു രക്ഷയില്ല, നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും അപ്പോൾ ഫോൺ എടുക്കും. എല്ലാ കാര്യവും നമുക്ക് എന്ത് വേണമെങ്കിലും. വൈറ്റ് ട്രിപ്പിന്റെ അല്ലേ ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ട് ബ്രിഡ്ജ് എല്ലാം കൂടെ ഉള്ളത് നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഇവിടെ വേറെ ഏതൊക്കെ പ്രോപ്പർട്ടി ഉള്ളത്? വുഡ്ലാൻഡ് ഗ്യാസ്, അപ്പുറത്തെ വുഡ്ലാൻഡ് ഗ്യാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. വുഡ്ലാൻഡ് ഗ്യാസ് ഈ കാണുന്നതാണോ? അല്ലല്ലോ, അപ്പുറത്താണല്ലേ. ഞാൻ ആക്ച്വലി അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് എടുക്കുന്ന കാരണം ഇപ്പോൾ 1 വീക്ക് ക്ലോസ് ആണെന്ന് തന്നെ. എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങളെ പരിപാടി കാര്യങ്ങളൊക്കെ. അതെ തീർച്ചയായും എന്തായാലും അങ്ങനെ ചെയ്യാം. സ്റ്റേയും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോയിട്ടുണ്ട്. അതെ അതെ അതെ, സ്റ്റാഫൊക്കെ അടിപൊളിയായിരുന്നു. ശരി, അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇനി പോണത് മെഡോസിൽ അങ്ങോട്ട് പോകണ്ടോന്ന്. ഇന്നലെ പോയിട്ട് പോകാൻ പറ്റിയില്ല, മീൻസ് ക്ലോസ് ആവാനുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഇന്ന് അങ്ങോട്ടാ പോകണം എല്ലാവരും കൂടി. ഇങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് മോഡൽ റോഡായിരുന്നു. സോ റോഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ ഇതൊക്കെ കടന്നിട്ട് തന്നെ വരേണ്ടി വരും. അതിലേക്ക് ഒരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ എന്താ പറയുക റോഡ് ചില സ്ഥലത്ത് കുറച്ച് മോശം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലമൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ അങ്ങോട്ട് പോണ വഴി തന്നെയാണ്. പക്ഷേ എന്താ പറയുക ചില സ്ഥലങ്ങളിൽ കുറച്ച് മോശം ഉണ്ടായിരുന്നു. സോ അതൊക്കെ കടന്നിട്ട് തന്നെ വരണം. പക്ഷേ ആ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ വഴിയായിരുന്നു. അത് കാരണം നിങ്ങൾക്കത് എന്തായാലും വേർത്തായിട്ട് തോന്നും. അങ്ങനെ സ്റ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മെഡോസിലേക്കാണ് പോണത്. ഓക്കെ, പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു ഇറക്കമായിരുന്നു കേട്ടോ. നമ്മൾ എത്രയാണോ കയറി വന്നത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഇറക്കമായിരുന്നു. പറഞ്ഞാൽ നല്ലൊരു ഇറക്കമായിരുന്നു. കാരണം ഇത് വീഡിയോ എടുക്കുമ്പോൾ ഈ ഇറക്കം കയറ്റൊന്നും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും ഇവിടെയൊക്കെ ഉണ്ടാവും വീഡിയോ വെച്ച ആൾക്കാർ എന്ത് രസമാവും എന്നറിയോ അവിടെ നിൽക്കുമ്പോൾ. അവർക്കും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ പറയുക ഇവിടെ നിൽക്കുമ്പോൾ എന്താ ഭയങ്കര ഒരു റിലാക്സ് ആയിട്ട് തോന്നി. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളെ വീട്ടിൽ എപ്പോഴും നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് തോന്നുന്നതാവും. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം കണ്ടോ ഇപ്പോൾ വരുന്ന വഴിക്ക് കുറച്ചൊരു മോശം റോഡ്, പക്ഷെ നല്ല റോഡും അതിൻ്റെ ഇടയിലുണ്ട്. നിങ്ങൾ ഈ ക്ലൈമറ്റൊക്കെ നോക്ക്, ടൈം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മണി ആ ഒരു പ്രതീതി അല്ലേ. ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12:30 1 മണി 12ക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. എന്നിട്ട് 1 മണിയാവും. 1 മണിക്ക് നമ്മൾ കാറ് എടുത്ത് എന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1:30 ആ ടൈമിലാണ് ഈ ഒരു ക്ലൈമറ്റ് ആക്ച്വലി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എത്രമാത്രം എന്താ പറയുക അടിപൊളി ആ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു സ്റ്റേ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി ആ സ്റ്റേ കാര്യങ്ങളൊക്കെ. പ്ലേസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളി തന്നെയായിരുന്നു. സോ അങ്ങനെ നമ്മൾ പിന്നെ പറഞ്ഞ പോലെ ആ മെഡോസിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നടന്ന് നമ്മൾ ബോട്ടിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് അങ്ങനെ നമ്മൾ മെഡോസിലേക്ക് എത്തി. ഇവിടെ ഇതേപോലെ എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട്
നമ്മൾ ഇവിടെ 1-2 ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് കയറാൻ വിചാരിച്ചു. സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, സിപ്പ് ലൈനിൽ കയറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആ സിപ്പ് ലൈനിൽ തന്നെ നമുക്ക് അവർ ഷൂട്ട് ചെയ്ത് തരുമായിരുന്നു, ലൈക്ക് ഡ്രോൺ വെച്ചിട്ടുള്ള ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്ര ഒരു വീഡിയോക്ക് 400-600 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്കും അത് ചെയ്യണം തോന്നി. ആ വീഡിയോ ഞാൻ ശരിക്കും ഷോർട്ടായിട്ട് എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണേണ്ടവർക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഞാനും വൈഫും എന്താ പറയുക സിപ്പ് ലൈന് പോയിട്ടോ, സിപ്പ് ലൈനിൽ പോയി. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് സിപ്പ് ലൈനിൽ പോകുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, പിന്നെ അതൊരു എന്താ പറയുക നൈസായിരുന്നു. അങ്ങനെ സിപ്പ് ലൈൻ കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷോർട്സിലുണ്ടാവും. പിന്നെ ബോട്ടിൽ പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു, ബോട്ട്, വഞ്ചി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അത് വേണ്ട എന്ന് വെക്കേണ്ടി വന്നതാണ്. കാരണം ഇവർ തിരിച്ചെത്തിയിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്, പക്ഷെ പിന്നെ മഴ കൂടുക എന്നല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ എന്ത് ചെയ്ത്, അത് ഉപേക്ഷിച്ച്, ആ പരിപാടി തന്നെ ഉപേക്ഷിച്ച് അങ്ങനെ തിരിച്ചെന്ത് ചെയ്ത് നമ്മൾ മെഡോസിൻ്റെ അവിടെയൊക്കെ നിന്ന് കറങ്ങി കുറച്ച് പ്രകൃതി രമണീയതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടി പിടിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഹോട്ടലല്ല, അപ്പോൾ ഇപ്രാവശ്യം ചിന്നൂസിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ ഹോട്ടൽ എന്താണ്, സെയിം പ്ലേസ് തന്നെയാണ്, പക്ഷെ അപ്പുറത്തെ ഹോട്ടൽ എന്താണ് എന്നുള്ള ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താ പറയുക, ഇന്നലെ പോയ ഹോട്ടലിൽ തന്നെ പോവായിരുന്നു എന്നാണ്. ഇവിടുത്തെ ഫുഡ് അവിടുത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ ഇന്നലെ പോയ ഫുഡ് തന്നെയായിരുന്നു. എന്നാലും ഫുഡ് മോശം പറയാനൊന്നുമില്ല, എല്ലാവരും ഫുഡ് കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫ് ചട്ടിച്ചോറാണ് മേടിച്ചത്, അത് കാരണം ഞാൻ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അതൊക്കെ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അത് പിന്നെ നോർമലി അങ്ങനെ തന്നെയാണല്ലോ. അതെനിക്ക് ഉറപ്പുമായിരുന്നു അവൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിലെ മോസ്റ്റ് പാർട്ട് ഞാനാണ് കഴിച്ചത്. ഓക്കെ, പിന്നെ ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു മഷ്റൂം ചില്ലി മേടിച്ച് വേറെ എന്തോ ആണ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് വേറെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പൈൻ ഫോറസ്റ്റ് അവിടെ വന്നതാണ്. പൈൻ ഫോറസ്റ്റിലും കൂടി കയറിയിട്ട് പോകാന്നുണ്ടായിരുന്നു. ചെറിയ ചാറലുണ്ടായിരുന്ന കാരണം ബിലുമോന് ഉറക്ക് വരുന്നുണ്ടായിരുന്നു, മമ്മക്ക് ഉറക്ക് വരുന്നുണ്ടായിരുന്നു, ഉമ്മാക്ക് ഉറക്ക് വരുന്നുണ്ടായിരുന്നു. സോ എന്ത് ചെയ്ത് ഇവരൊക്കെ അവിടെ നിന്ന് ഞാൻ, ഉപ്പ, വൈഫ്, ഞങ്ങളെന്ത് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ചെറിയ എന്താ പറയുക ടോയ്സ്, കീ ചെയിൻസ്, നല്ല രസമുള്ള കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്ലേറ്റ്സ് മെയിനായിട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പൈൻ ഫോറസ്റ്റ് ഒരു രസകരമായൊരു എന്താ പറയുക ഒരു വാക്ക് നമുക്ക് ആസ്വദിച്ചിട്ട് വരാം. അങ്ങനെ വലിയ ഫീസ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഫീസൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ കാണുന്ന ഓരോ പക്ഷികളുടെ പേരുകൾ, ഇവിടെ കാണുന്ന ഓരോ മൃഗങ്ങളുടെ പേരുകൾ, അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫുള്ള് നടക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ട് എന്താ പറയുക ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല സൂപ്പർ തന്നെയായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു വാക്ക് ഉണ്ടായിരുന്നു അവിടെ, അത് കിട്ടി. ഒരു കുത്തനായിരുന്നു. പിന്നെ എന്താ പറയുക ഈ നാച്ചുറൽ സ്റ്റോൺ ആയ കാരണം വീഴോ എന്നൊരു പേടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി. പിന്നെ തൊട്ട് അപ്പുറത്ത് റെയിൽ ഉണ്ടായിരുന്നു, നമുക്ക് റെയിൽ പിടിച്ച് നടക്കായിരുന്നു. അങ്ങനെ നടക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്നാൽ കൂടെ ഒരു ചെറിയ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് വഴുക്കോ ഇല്ലേന്ന്. പക്ഷെ വഴുക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരും എന്താ പറയുക അതിൻ്റെ അറ്റം വരെ പോയി. പിന്നെ ഒരു കൊക്ക പോലത്തെ സ്ഥലം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ എല്ലാ പക്ഷികളുടെ പേരും മൃഗങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എന്താ പറയുക സയൻറ്റിഫിക് നെയിംസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളോട്ട് വലിയൊരു കാടും കൊക്കയും അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വല്ലാതെ പോയില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ മേടിച്ച് മാങ്ങ, അതേപോലെ പൈനാപ്പിള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു.
പിന്നെ എന്താണ് ഉള്ളതിൽ കുഴപ്പമില്ല എന്ന് തോന്നിയൊരു ഇതാണ് മേടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. തിരിച്ചു പോണ വഴിക്കാണ് ഒരു നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഇതേപോലെ നിർത്തിയത്. കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. ആക്ച്വലി നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഒരു ഒരു ഹോളിവുഡ് പടമൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കുന്ന ഒരു പ്ലേസ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ആ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ യാത്ര തുടരുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുകയായിട്ടോ. ഇത്രയും പെട്ടെന്ന് ഒരു ദിവസം പോയത് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ എത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ തൊടുപുഴ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ കയറുന്നത്. ഇവിടെ 2-3 ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ്, കഫ്റ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡേക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. അത് വന്നതാവട്ടെ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ഹെവി സാധനമായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുപിടിച്ചിട്ട് തീർന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തൃശ്ശൂരെത്തി കഴിഞ്ഞപ്പോൾ ഡിന്നർ ആവുമെന്ന് വിചാരിച്ച്. ഡിന്നർ ഭയങ്കര സ്പെഷ്യലായിട്ട് ഇത് ഞാൻ തൃശ്ശൂർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി ഇവിടുന്നാണ് ബർഗർ കഴിക്കുക. അതായത് ഡബിൾ ചീസ് ബീഫ് ബർഗർ. ഇത്രയും അടിപൊളിയായിട്ട് ഡബിൾ ചീസ് ബീഫ് ബർഗർ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെ ബീഫ് ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗൈസ്, അങ്ങനെ വൈഫിന്റെ ഉമ്മാനും ഉപ്പാനെയും അവരെ വീട്ടിൽ വിട്ടുകൊടുത്തിട്ട് നമ്മളൊരു വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം ബിൻഷാദ്. അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഉണ്ടല്ലോ, സിപ്പ് ലൈനിൽ പോയ വീഡിയോ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് എടുത്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആ ബീഫ് ബർഗർ കഴിച്ചില്ലേ, ബർഗർ ഹബ്ബിൽ കയറിയിട്ട്, അത് നിങ്ങൾ ബീഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബർഗർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് നോൺ വെജ് ബർഗർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡബിൾ ചീസ് ബീഫ് ബർഗർ ഓക്കെ മേടിക്കാൻ മറക്കരുത്. അത്രയും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്